ഇത് പത്മശ്രീ മാറ്റി വെച്ചിട്ടാണ് കള്ള വെടി വയ്ക്കാൻ പോണത്. മനസ്സിലായില്ലേ? പറഞ്ഞിട്ടെന്ത് കാര്യം? അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇയാൾക്ക് കാമഭ്രാന്ത് അടക്കാനാവുന്നില്ല എങ്കിൽ ചെവി അറിയാതെ കണ്ടവൻ്റെ ഭാര്യയല്ലാത്ത നല്ല പെമ്പിള്ളേരെ ബോംബെയിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. ഒപ്പം ഇയാൾ വിളക്കുപാറ ഗ്രാമത്തിലെ നല്ല മരമണ്ടനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ മണ്ടത്തരജിയോ ഒരുത്തൻ്റെ എല്ലാ തരികടിയും പഠിച്ച ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുക. അവളുടെ അമ്മയാണെങ്കിൽ മോളെ എഴുകൊണ്ടത്, അമ്മയും മോളും കൂടെ ചേർന്ന് അവനെ ശരിക്കും ട്രാപ്പിലാക്കി. 10 കോടി രൂപ തന്നിട്ട് പോടാൻ മറ്റവനെന്നാണ് തള്ളി പറയുന്നത്. തള്ള പറയാൻ എൻ്റെ കൈ കിട്ടി അവനെ ആഴ്ച റെഡിയാക്കി കളയുന്നതാണ്. ആരെ? ഈ ഓസ്കാർ വിന്നർ പത്മശ്രീയെ പറയാണ്. എനിക്കറിഞ്ഞൂടാ, തനി ഈ വിളക്കുപാറ ഗ്രാമത്തിലെ ഒരു ബുദ്ധിയില്ലാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത ഒരുത്തനെ പോലെയാണ് ഇപ്പോൾ പൂക്കുട്ടിയുടെ പോക്ക്. എനിക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ലീലാവിലാസങ്ങൾ നടത്തുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ പൂക്കുട്ടി എന്നാണ് ആ പെണ്ണ് കേൾക്കുന്നത്. പെണ്ണിന് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇഷ്ടമല്ല, ലൈവാണ് ഇഷ്ടം. അത് ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലേ അന്നേ? നീ എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറയുന്നുള്ള വിശ്വസിച്ചാ ഇയാൾ മരപ്പൊട്ടനല്ലേ എന്ന് ഞാൻ ചോദിക്കും. കാരണം എടാ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെ പോയാൽ ആ പെണ്ണ് ഗർഭിണിയാവൂലേ? ഒരിക്കൽ കലക്കി, രണ്ടാമതും അഞ്ചാമതോ ഗർഭിണിയായാൽ അവളുടെ ട്രാപ്പിലാവില്ലടാ പൊട്ടാ നീ എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് ചോദിക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഇവ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് മാറ്റി തിന്നോട്ട് പോകണം. ഈ ബീജങ്ങളൊക്കെ ചത്തുപോകാനുള്ള ടാബ്ലറ്റ് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിതിൽ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഇതൊന്നും എനിക്കറിയില്ല. ഒരു തനി പൊട്ടനാണെന്നേ ഇങ്ങനെ ചെയ്യൂ. ഗർഭനിരോധന ഒരു മാർഗവും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഇവിടെ കിഴക്കേക്കോട്ട് ഇറങ്ങുന്ന ഒരു തമ്പാനൂർ ഇറങ്ങണ്ടേ? ഈ മര ശുദ്ധ പൊട്ടനാണെന്ന് ഞാൻ പറയും. മരപ്പൊട്ടനുമല്ല, വേട്ടാവളി എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നണേ. നീ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അവൾ പറയുന്ന, അവൾക്ക് ചില കാര്യങ്ങൾ അവളെ നമുക്ക് മാന്യത അംഗീകരിക്കണം. അവൾ പറയാണ്, ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്യണേ, നീ പറയണ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടേ. റെക്കോർഡ് ചെയ്യുന്ന എന്തിനാ? പരസ്യപ്പെടുത്താനല്ലേ. അപ്പോൾ അയാളെ മറുപടി, റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഞാനിതൊക്കെ പറഞ്ഞു എന്നാണ് ഈ മരപ്പൊട്ട പറയുന്നത്. ലോകം കണ്ട ഒരു അവാർഡ് വിന്നറിന്റെ ഗതികേട് നിങ്ങൾ നോക്കും. ഇപ്പോൾ കേരളത്തിലെ എല്ലാവരുടെ കയ്യിലെ ഫോണിലും ഇവൻ കിടന്ന് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാതെ ലീലാവിലാസം നടത്തിയതിൻ്റെ എല്ലാ കഥയും ലൈവിൽ കിടക്കുകയാണ്. ഇവൻ്റെ ഭാവമുണ്ട് തന്നെ പറയുന്നത്. ഭാര്യ ക്യാൻസർ രോഗിയാണെന്ന് പുട്ടിന് പീരിയിടുന്നത് പോലെ ഇടയ്ക്കിടെ പൂക്കുറ്റി പറയുമ്പോൾ കണ്ടവൻ്റെ ഭാര്യ പറയുന്നത് നമ്മൾ എവിടെയൊക്കെ കറങ്ങി എന്നതിൻ്റെ ലിസ്റ്റ് ആണ്. എന്റെ പുന്നാര ചങ്കളെ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടുപോക്കണേ. ചിരിച്ച് തല കുത്തും കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മളുടെ പത്മശ്രീയും പിന്നെ ഓസ്കാർ ജേതാവും ഒക്കെ ആയ പൂക്കുറ്റിക്ക എന്ന് പറയണം, പൂക്കുറ്റിക്കായെയും പിന്നെ നമ്മുടെ നൂറ് താത്തായെയും, സജിന നൂറ് താത്തായെയും ഒക്കെ ശാന്തിയുള്ള ദിനേശേട്ട എടുത്തൊന്ന് അലക്കി ഉടുത്ത് അഷേവിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എൻ്റെ പൊന്നമ്മച്ചി ഇത് കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു ഊപ്പാട് വന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് കേട്ടല്ലോ, അതിക്കും മേലെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടുപോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകണം. പിന്നെ നിങ്ങൾ നമ്മളെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണം. പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകളെ കൂടെ ഒക്കെ താഴെ നമുക്കൂടെ ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ, നമ്മളെ കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ശാന്തിയുടെ ദിനേശ് ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ റിയാക്ഷൻ എന്ന് വേണ്ട, പിന്നെ അവതരണ രംഗത്ത് താത്വിക ആചാര്യൻ എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എപ്പോഴും വീഡിയോക്കകത്ത് അങ്ങനെയാണ് പറയുന്നത് പുള്ളിയെ കുറിച്ച്. കാര്യം അതുകൊണ്ടൊന്നുമല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെയുടെ ഈ ഒരു അവതരണ ശൈലിയും ഈ ഒരു പറച്ചിലും ഒക്കെ കേട്ടാലുണ്ടല്ലോ ആരും കേട്ടിരുന്നു പോകും. അതൊരു സംഭവം തന്നെ, എല്ലാവരെ കൊണ്ട് പറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയുടെ ബാക്കി പോർഷനോടെ കാണാം. നിങ്ങളൊന്ന് കണ്ടുപോക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇവൻ പറയുന്നത് എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്, വേദനിപ്പിക്കരുത്, അവൾ അറിയരുത്, ബോംബെയിൽ വരരുത് എന്നൊക്കെ പറയുന്നു. അവൾ പറയണത്, എടാ ക്യാൻസർ രോഗിയായ പെമ്പറനാരി ഇട്ടിട്ട് നീ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി, നമ്മൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ റിസോർട്ടിലായിരുന്നു പൊറുതി എന്നൊക്കെ പറഞ്ഞാൽ അവൾ ലിസ്റ്റിങ്ങോട്ട് പറഞ്ഞിട്ടിരിക്കുക. ഒരു കുഞ്ഞുള്ളവൻ കുഞ്ഞിനെ തള്ളയെ ഏൽപ്പിച്ചിട്ട്, ഒരു കുഞ്ഞുള്ളവളാണ് കേട്ടോ, മറ്റേ ഡേഞ്ചർ ബോയ്സ് ഉണ്ടാക്കി കൊടുത്തൊരു കൊച്ചുണ്ടല്ലോ, അതിനെ അവളുടെ തള്ളയെ ഏൽപ്പിച്ചിട്ട് കണ്ടവൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ട് വരുമ്പോൾ അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന ആ തള്ളയെ എന്താ പേര് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ടും ആ വീട്ടിൽ ചെന്നിരുന്ന് സ്വന്തം നിലപാട് ന്യായീകരിക്കുന്ന ഒരു ഭർത്താവ് ഫിറോസിനെ പോലെ, റിട്ടയർഡ് ഭർത്താവ് ഫിറോസിനെ പോലെ വേറെ ഒരുത്തനെ നമുക്ക് കാണാൻ കഴിയില്ല. ചിലപ്പോഴെനിക്ക് മുസ്ലിം സമുദായത്തോട് ദേഷ്യം വരാറുണ്ട്. ഇക്കാലത്തും ലിംഗവ്യത്യാസം കാണിച്ച് പള്ളിയിൽ സമത്വം പോലും ഇല്ലല്ലോ. വിവാഹത്തിന് നടുക്കൂടെ ഒരു കട്ടം കെട്ടി തട്ടമിട്ടാലും തട്ടമിടാത്തവരും എല്ലാ പെണ്ണുങ്ങളും ഇപ്പുറത്തും ആണുങ്ങളെ ഇപ്പുറത്തും അല്ലേ ഇപ്പോഴും ഇരുത്തുള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിലും ഇരുത്തുള്ളൂ. അങ്ങനെ എന്താ പറയുക, ഇരുത്തുമ്പോൾ എതിർവായില്ലാതെ ഒതുക്കുന്ന ഒരു സമൂഹമാണ് ഇവരെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പല കല്യാണങ്ങൾക്ക് പോകുമ്പോൾ എനിക്ക് തോന്നും, അയ്യേ ഇത്രയും ജെൻഡർ വ്യത്യാസം ഉണ്ടോ, ആണിനെയും പെണ്ണിനെയും ഇപ്പോഴും രണ്ടായി കാണുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യവും വരും. പക്ഷേ ഈ നമ്മൾ ഈ പറയുന്ന കഥയിലെ നായികയുടെ ചെയ്തികൾ, വർത്തമാനങ്ങൾ കേട്ടപ്പോൾ ആ വേർതിരിവ് നിലനിന്നാൽ മാന്യമായി ആണുങ്ങൾക്ക് ജീവിച്ചു പോകാം എന്നെനിക്ക് തോന്നി. പണ്ടുള്ളവർ പറയും, വയസ്സായ ആളുകൾ പറയും, അറുവാണി തുനിഞ്ഞാൽ നിർമ്മാണമില്ലാന്ന്. ഇറങ്ങിയിരിക്കുകയാണെന്നേ. എന്തിനും രണ്ടാണുങ്ങളുടെ ചങ്കൂറ്റത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. മുട്ടം തെറിയും ഭീഷണിയും പട്ടിതണ്ടി, എടാ പൂക്കുട്ടി, എടാ വടാന്നൊക്കെ വിളിക്കുന്നത് ആരെ? പത്മശ്രീ വിന്നറെ ഭർത്താവിനെ വിളിക്കുന്ന തെറി ആരെ? അവനെ ഫിറോസിനെ. സമൂഹത്തിന് പുല്ലുവില നൽകാത്ത പെരുമാറ്റം. കൂടെ കൊണ്ട് നടന്ന് കുട്ടിയെ കൊടുത്തവനാണെങ്കിലും ഒരു ഓസ്കാർ വിന്നറെ, എടാ പൂക്കുട്ടി, ഇനി ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു ചട്ടമ്പിത്തരം ആ പെണ്ണുപിള്ള അല്ലെങ്കിൽ ആ പെണ്ണ് ചട്ടമ്പിത്തരം പറയുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഇവളെയൊക്കെ പർദ്ദയ്ക്കകത്തല്ല ഭൂമിക്കടിയിൽ നിലവറയുണ്ടാക്കി പൂട്ടിയിടണം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. നിങ്ങൾ പർദ്ദയ്ക്കകത്ത് മാത്രം ഒതുക്കിയാൽ പോരാ, ഇവളെയൊക്കെ നിലവറയ്ക്കകത്ത് പൂട്ടിയിടണം. അയ്യോ, അറയിലും അമ്പലത്തിലും ആടിയ അലവലാദികൾ സംസാരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത്.
സാഹചര്യങ്ങൾ കൊണ്ട് ഗതികേട് കൊണ്ട് വിഡ്ഢിവേഷങ്ങൾ കെട്ടേണ്ടി വരുന്നവരുണ്ട്. അവസ്ഥ ആ വിധം ആയതിനാലാകാം ഇവിടെ ഫിറോസ് എന്ന മുൻ കെട്ടിയോൻ ആദ്യം കെട്ടിയോളെയും കുഞ്ഞിനെയും തഴഞ്ഞു. എന്നിട്ട് സ്നേഹം സഹിக்க വയ്യാഞ്ഞിട്ട് ആ കുഞ്ഞിന് ആ തഴഞ്ഞ പെണ്ണിന്റെ കൊച്ചിന് കാര്യം എന്താ പറഞ്ഞാലും എന്റെ ബിസ്ക്കറ്റ് പ്രിയമുള്ളവരെ, കൊണ്ടുപോകും. ഈ പറയുന്ന പൂക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ഓസ്കാറൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാലും, എത്ര പത്മഭൂഷണൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാലും, പത്മശ്രീയൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അസല് മുണ്ടോ അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അസലേ മുന്തത്തുള്ളൂ. തനി കുണമെന്ന് പറഞ്ഞാൽ അത് മാറത്തില്ലല്ലോ. അത് അസല് ജന്മനാലേ ഉള്ളിൽ ഉണ്ടായി പോയതാ. അതിനാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നോക്കും? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന താത്താടെ കാര്യം പിന്നെ അത് തന്നെ അവസ്ഥ. അപ്പം അരവും പ്ലസ് കിന്നരവും എന്ന് പറയുന്ന അവസ്ഥയിലാണ് രണ്ടുപേരും ഇവിടെ. എന്തായാലും അങ്ങ് മെഴുകി. എന്നിട്ട് എവരുടെയൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ മുമ്പിൽ, മീഡിയയ്ക്ക് മുമ്പിലൊക്കെ വന്ന് അവരെയൊക്കെ സംസാരം കേട്ട് കഴിയുമ്പോൾ ഹായ് ഹീ ഹൂയ് അങ്ങനെയൊക്കെയാണ്. എന്നാലോ അവരെ ആ ഫോൺ ലീക്കായത് നമ്മളൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ആ ഫോൺ വിളിക്കാതൊക്കെ കേട്ടോ, നമ്മുടെയൊക്കെ അയലത്ത് ജോലിക്ക് പോകുന്ന, സാധാരണ ജോലി ചെയ്യുന്ന അവരെക്കാട്ടിലും താഴെയുള്ള രീതിയിലാണ് സംസാരം. കാലേ അങ്ങ് വീഴുക. ഈ അങ്ങനെ ചെയ്യടി, ഇങ്ങനെ ചെയ്യടി. എന്റെ പൊന്നോ, ഇവരൊക്കെ ആണല്ലോ ഇത്ര നാൾ നമ്മൾ തലയെ കയറ്റി വെച്ചോണ്ടിരുന്നത്. വേറൊരു കാര്യം, ഇവരെയൊന്നും വ്യക്തി ജീവിതത്തിൽ നമ്മള് കൈകടത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പബ്ലിഷ് ആക്കുമ്പോൾ പിന്നെ നമ്മൾ മാറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബാക്കിയോടെ ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. എന്തായിരുന്നാലും ഉണ്ടല്ലോ, ജാത്തികളുള്ളത് തൂത്താ പോത്തില്ല. അസല് ഗുണം ഇനി എത്രയൊക്കെ മേളിൽ ചെന്നെന്ന് പറഞ്ഞാലും കാണിക്കൂ. അപ്പം താത്താടെ എന്താ കാക്കാടെ പുതിയത് ബാക്കിയൂടെ കേൾക്കാൻ നമുക്ക്. ആ തഴഞ്ഞ പെണ്ണിന്റെ കൊച്ചിന് ബിസ്ക്കറ്റും കൊണ്ട് പോകും അത്രേ, കൂടെ കൊടുക്കാം. കൊച്ചിന് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നിന്റെ പട്ടി കൊണ്ട് ഉറങ്ങാന്ന് പറഞ്ഞാൽ എടുത്ത് മുറ്റത്ത് എറിയേണ്ടതാണ്. പക്ഷേ പാവങ്ങളായിരിക്കും, അവരത് ചെയ്യാറില്ല. അവൾ ഭാഗ്യവതിയാണ് എന്ന് ഞാൻ പറയും. കാരണം വേറെ ഒരാളിനെ, ഇതെല്ലാം അറിഞ്ഞ ഒരാളിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. ബിഗ് ബോസ് സമ്മാനിച്ച 2ാം അവതാരത്തിന് ഒരു കുഞ്ഞായി. അവൾ കിടപ്പ് വേറെ എവിടെയൊക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഈ പറയുന്ന ഡേഞ്ചർ ബോയ് അവിടെയും വിട്ടു. പക്ഷേ കുഞ്ഞിന് ബിസ്ക്കറ്റുമായിട്ട് സ്ഥിരമായിട്ട് അവളെ വീട്ടിൽ പോകും. എന്തിനാണ് ജീവിതത്തിൽ ബിസ്ക്കറ്റ് വാങ്ങുന്നതിനായി മാത്രം ഒരു തന്തയാകുന്നത് എന്ന് ഈ നേരം വരെ ഈ ഡേഞ്ചർ ബോയ് ആലോചിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഫിറോസ് എൻ്റെ വലയത്തിൽ TP മാധവൻ ചേട്ടൻ്റെ ബുദ്ധി ഉറയ്ക്കാത്ത മകൻ്റെ വേഷത്തിൽ അഭിനയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഉറപ്പില്ല, ഇപ്പോഴും ആ വേഷത്തിൽ തന്നെയാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. ഫിറോസിനെ ഇപ്പോൾ കണ്ടാലും എനിക്ക് ആ സീരിയലിൽ അഭിനയിച്ചതുപോലെ തന്നെ തോന്നുന്നു. മൊബൈലിൽ അഭിഹിത കാഴ്ചകൾ ഫിറോസ് നേരിട്ട് കണ്ടു എന്നാണ് വഴി വേർപിരിയലിന് കാരണമായി പറയുന്നത്. ലൈവായി കണ്ടില്ലെങ്കിൽ സാരമില്ലായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫോണിൽ കണ്ടതുകൊണ്ടാണ് അത്രേ. കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതെന്നാണോ ഫിറോസ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നീ പ്രഗ്നൻ്റ് ആയി എന്നതാണ് ഫിറോസിൻ്റെ ആയുധം. റസൂൽ പൂക്കുട്ടി പറയാ, എടി നീയെ എന്നിലൂടെ പ്രഗ്നൻ്റ് ആയി എന്നതാണ് ഫിറോസിൻ്റെ ആയുധം. എത്രയും പെട്ടെന്ന് ഒരു സംഭവം എടുത്തിട്ട് ഫിറോസിനെതിരെ ഒരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക എന്നൊക്കെയാണ് പൂക്കുറ്റി ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. എത്ര ബോറണം എന്നാലോചിക്കെ. കണ്ടവൻ്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ ഇവൻ ഉപദേശിക്കുക, എടി നീ ഗർഭിണി ആയതാണ് അവൻ്റെ ഇപ്പോൾ ഒരു പിടിവള്ളി. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്ത്, അവൻ ബലാത്സംഗം ചെയ്തെന്നോ എന്തെങ്കിലും ചെയ്ത് അവൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് അവനെ കുരുക്ക് എന്ന് പൂക്കുട്ടി മീശ വെച്ച ഒരാണാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ശുദ്ധമായ മലയാളത്തിൽ പൂക്കുട്ടി പറയുന്നത് കേട്ടപ്പോഴാണ് ഓസ്കാർ വിന്നർ മാത്രമല്ല, നല്ല ക്രിമിനൽ ബുദ്ധി, എന്താ പറയുക, ബുദ്ധിയുള്ള, നിറയെ ഫ്രോഡ് തരം കഴിയുന്നതിലുള്ള മാന്യനും കൂടിയാണ് ഈ കോടീശ്വരനായ പൂക്കുട്ടി എന്ന് എനിക്ക് മനസ്സിലായി. അതൊരു അവാർഡ് വിന്നർ മാത്രമൊന്നുമല്ല, നല്ല പഠിച്ച, എന്താ പറയുക, ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു തനാണ്. ഞാനും നീയും തമ്മിലുള്ള ബന്ധം നീയാണ് പുറത്തു വിട്ടതെന്ന് പൂക്കുറ്റിയും 10 വർഷമായി നിങ്ങൾ നടത്തുന്ന അവിഹിത കിടപ്പ് ഞാൻ എന്തിനു ഒളിച്ചു വെക്കണം എന്നാണ് മാതൃകാ വനിതയുടെ തിരിച്ചുള്ള ചോദ്യം. അപ്പോൾ ഫിറോസിന്റെ ഒപ്പം കിടക്കുമ്പോഴും പൊറുതി പൂക്കുറ്റിക്ക് ഒപ്പമായിരുന്നു എന്ന് സാരം. കൊല്ലാതെ വിട്ടത് ഭാഗ്യം എന്ന് കരുതലാ ഫിറോസെ എന്നാണ് എനിക്ക് ആ ചെറുപ്പക്കാരനോട് പറയാം. എനിക്ക് ഗതികേട് തോന്നുന്നു ആ പയ്യനോട്. ഫിറോസെ, നിന്നെ കൊല്ലാതെ വിട്ടലടാ, വല്ല സൈനിക വല്ലതും തന്ന് കൊന്നാൽ പോലും പുറത്തറിയില്ലായിരുന്നു. വലിയ മനസ്സുള്ളവളാ നിന്റെ ഭാര്യ, അതാണ് നിന്നെ തട്ടാത്തത്. 2.5 വർഷമായി ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡ് ആണത്രേ. ഡൈവേഴ്സ് മൊഴി ചൊല്ലൽ ഇത്യാദി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ ഭർത്താവ് തന്നെ കണ്ടവൻ്റെ ഗർഭം ചുമക്കുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥനായി ജീവിക്കട്ടെ എന്നാവും പൂക്കുട്ടി കരുതുന്നത്. സജിന, പ്രിയ കാമുകി, റസൂലല്ല ജീവിതം തകർത്തതെന്ന് പറയടി. ഞാൻ നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല, എൻ്റെ മുഖം രക്ഷിക്കൂ എന്നാണ് പൂക്കുട്ടി പറയുന്നത്. അപാരമായ തൊലിക്കെട്ടി കേട്ടോ. പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യും, മകളെ വച്ച് പോക്സോ കേസിൽ പെടുത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അവിഹിത ഗർഭമടക്കം എല്ലാത്തിലും പിന്തുണ പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ ഫിറോസ് പറയുന്ന ന്യായം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഫിറോസിനെ വിളിച്ചിട്ട് പറയണമെന്ന്, എടാ നീ എനിക്ക് ഉണ്ടാക്കി തന്നൊരു മോളില്ലേ, അവളെ കൊണ്ട് ഞാൻ മൊഴി കൊടുപ്പിച്ച് നിന്നെ മറ്റേ പോക്സോ കേസിൽ പെടുത്തും, അല്ലെങ്കിൽ നിന്റെ പേര് നീ ഇന്ന് കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് കത്തെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പാവം ഫിറോസ് വരണ്ട് വയ്ക്കുകയാണ്. അവളുടെ ക്രിമിനൽ മൈൻഡിൽ കാണിക്കുന്ന എല്ലാ അലവിലായ തരങ്ങൾക്കും കുഞ്ഞിൻ്റെ തന്തയായ ഞാൻ മാപ്പ് കൊടുത്ത് അവിഹിത ഗർഭം വരെ എത്തിച്ചെന്നും ഫിറോസ് തുറന്നു പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, ജീവൻ ബാക്കി കിട്ടിയതിന് റസൂലിനോട് നന്ദി പറ. റസൂൽ ഭൂക്കുട്ടിയോടല്ല, നിന്റെ റസൂലിനോട് നന്ദി പറ. സജിനയ്ക്കാണെങ്കിൽ ചെറിയൊരു ആവശ്യമേ ഉള്ളൂ. റസൂലേ, തൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ സജിനയെ ഗർഭിണിയാക്കിയെന്ന് നീ ഒന്ന് പറ. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കായി ആസ്ട്രേലിയയിൽ നിന്നും വരെ നീ മരുന്നുകൾ കൊണ്ടുതന്ന നീയാണ് ഇപ്പോൾ ഗർഭത്തെ തള്ളി പറയുന്നത് അല്ല എന്നാണ് സജിന ചോദിക്കുന്നത്. ഈ ആസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുകൊടുത്ത പൊടി വല്ല ഗർഭനിരോധന പൊടിയായിട്ടായിരുന്നു ഈ കട്ടുമ്പോൾ മടങ്ങിപ്പോയനെ. അത് എന്തായാലും അങ്ങനെ ചെയ്തില്ല. അത്രയും വിശാല ഹൃദയനാണ് റസൂൽ എന്ന് പറയാം. ഇങ്ങനെ പോയാൽ ബിഗ് ബോസിൻ്റെ ഓരോ സീസൺ കഴിയുമ്പോൾ
എത്ര അലവലാദികൾ അവിഹിത ഗർഭിണികളാകും കർത്താവേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മോഹൻലാൽ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. അതിനെന്താ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്നായിരിക്കും ചിലപ്പോൾ, നാളെയുടെ വാഗ്ദാനങ്ങളായില്ലേ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ മോഹൻലാൽ മറുപടി പറയാൻ സാധ്യതയുള്ളത്. കാശിന് വേണ്ടി മാത്രം ഇത്തരം കൂത്ര പരിപാടികളിൽ ഇനിയും ലാൽ വരണം, നിങ്ങളാണ് അതിന് പറ്റിയ അവതാരകൻ എന്ന് ഞാൻ പറയും. ഫിറോസ് ഡൈവേഴ്സ് തരുന്നില്ലെന്ന് നീ പറ, വലിയ ആയുധമല്ലേ നീ ഗർഭിണിയായിരിക്കുന്നത്. ഡൈവേഴ്സ് എന്നില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എൻ്റെ കൂടെ കിടന്നത് ഫിറോസ് ആണെന്ന് പറ. നല്ലൊരു ആയുധമല്ലേ നിന്റെ വയറ്റിനകത്ത് കിടക്കണേ, ഗർഭിണിയാക്കിയത് അയാളാണെന്ന് പറ. ഏത് ഉണ്ടാക്കി കൊടുത്തവൻ പറയുക, ഓ ഇയാളെയൊക്കെ പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിച്ചു എന്നാണ് പറയണേ. എത്ര തരം താണ വർത്തമാനമാണ് ഓസ്കാർ വിന്നറുടേത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. മറ്റൊരുത്തൻ്റെ ഭാര്യ 2.5 വർഷമായി ഗുണവതാരം ശരിയല്ലാത്തതിനാൽ ഭർത്താവ് മാറി താമസിക്കുന്നു. എന്നിട്ട് ഡൈവേഴ്സ് തരുന്നില്ല, അയാൾ പിന്നെയും വന്ന് ഗർഭിണിയാക്കി എന്നൊക്കെ ആയുധം എടുത്ത് വീശാനാണ് പൂക്കുട്ടി പറയുന്നത്. ഗൾഫിൽ ജോലിയുള്ളവർ ദാമ്പത്യ സുഖത്തിനുള്ള ഏലസ് വാങ്ങി കെട്ടുന്നത് പോലെ ഒരു തരികിട പരിപാടിയല്ലേ പൂക്കുറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ആദ്യം കൊടുക്കണ്ടിട്ടില്ലേ ദാമ്പത്യ ഏലസ് ഗൾഫിലിരിക്കുന്നതിന്. ഇപ്പം ഗൾഫിൽ ഇരുന്നാൽ ഈ ദാമ്പത്യ ഏലസ് കെട്ടിച്ച് എന്ത് കിട്ടാൻ ദാമ്പത്യം എനിക്കറിയില്ല. അതുപോലെയാണ് പൂക്കുറ്റി പറയുന്നത്. എടി ഡൈവേഴ്സ് അവൻ തരുന്നില്ല എന്നല്ലേ ഉള്ളൂ. 2.5 വർഷമായിട്ട് ഡൈവേഴ്സ് നീ ചോദിച്ചിട്ട് അവൻ തരുന്നില്ല, അല്ലെങ്കിൽ നീ കൊടുക്കുന്നില്ല, അവൻ വന്ന് ഗർഭിണിയാക്കി എന്ന് പറ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭാര്യ രോഗിയായതിനാൽ തൻ്റെ മതപ്രകാരം വീണ്ടും കെട്ടാമല്ലോ. ഫിറോസിനെ കളഞ്ഞ് ഓസ്കാറിൽ പിടിച്ച് എവളെ കെട്ടുന്നേ, താൻ ചെലവിന് കൊടുത്തില്ലേലും അതിനുള്ള വക ഉണ്ടാക്കാനുള്ള പണി അവൾക്കറിയാം. പിന്നെ ഒരുപാട് കോടികൾ ബാങ്കിൽ കിടപ്പുണ്ടാവുമല്ലോ റസൂലിൻ്റെ പേരിൽ. കള്ളവെടി 4, ചെറിയ വെടി 3 മീശവാദനിൽ വിളിച്ചു പറഞ്ഞ കട പോലെ ഒരു 10 കോടി അങ്ങ് കൊടുക്കും പൂക്കുട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ മാന്യമായി രഹസ്യമായി കൊടുത്തിരുന്നതിൽ ഒരു 5 കോടിക്ക് ചിലപ്പോൾ ആ പെണ്ണുപിള്ള ഒതുങ്ങിയാൽ 1 ലക്ഷമോ 5 ലക്ഷമോ മുടക്കിയാൽ ബോംബെയിൽ ഒരു നല്ല മലയാളി പെമ്പിളരെ തന്നെ കിട്ടാനുള്ളപ്പോൾ കണ്ടവൻ്റെ ഭാര്യയെ രസിച്ച് 10 കോടിയും മാനവും പോയ മണ്ടൻ എന്ന പേര് കൂടി ഇരിക്കട്ടെ കിരീടത്തിൽ എന്ന് വിചാരിച്ച് കാണും ചിലപ്പോൾ പൂക്കുട്ടി. ഇവിടെ ബോംബെയിൽ റെഡ് സ്ട്രീറ്റിലൊക്കെ ഒരുപാട് മലയാളികളുണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ പോയാൽ പറയുന്നത് 1 ലക്ഷമോ 50,000 ഈ റെഡ് സ്ട്രീറ്റിലേക്ക് എത്ര ശമ്പളമൊന്നും എനിക്കറിയില്ല. അതിന് പകരം കണ്ടവൻ്റെ ഭാര്യയ്ക്ക് ഗർഭം കൊടുത്തിട്ട് ഇങ്ങനെ നാടൻ കിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ എന്നെ ചിന്തിപ്പിക്കുന്നത് കണ്ടവൻ്റെ ഭാര്യ റസൂലിനോട് ചോദിച്ച ഒരു കുസൃതി ചോദ്യമാണ്. ആദ്യത്തേതിനെ കിട്ടിയില്ല, രണ്ടാമത്തേതിനെ ഞാൻ കൊല്ലില്ല. പണം കായ്ക്കുന്ന മരമല്ലേ, കൊല്ലണ്ട, അഭിമാനത്തോടെ പറയാമല്ലോ ഇത് ഓസ്കാർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയാം. ഈ പണ്ട് വിളിക്കുന്നത് അന്തസ്സായിട്ട് പറഞ്ഞൂടെ, ഇത് ഈ കുഞ്ഞാരെന്നറിയാം നിങ്ങൾക്ക്, പത്മശ്രീ കിട്ടിയവൻ്റെയാണ് അല്ലെങ്കിൽ ഓസ്കാർ വിന്നറുടെ കൊച്ചാണ് എന്ന് അഭിമാനത്തോടെ പറയാമല്ലോ. അത് തന്നെ നല്ലത്. എനിക്ക് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കാതെ ആക്രാന്തത്തോടെ വന്നത് എന്തിനാണ് എന്നാണ് റസൂലിനോട് ഭവതിയുടെ ന്യായമായ ചോദ്യം. എടാ എനിക്ക് ഗർഭനിരോധന ഒരു മാർഗ്ഗവും സ്വീകരിക്കുന്ന ഇഷ്ടമല്ല, എടാ പൊട്ട നിനക്കത് ചെയ്തുകൊണ്ട് വന്നൂടെ എന്നാണ് ഈ ഓസ്കാർ വിന്നറോട് ആ പെണ്ണുപിള്ള ചോദിക്കുന്നത്. ആവില്ല എന്ന് കരുതി കാണും, അത് ഗർഭം ആവില്ല എന്ന് കരുതി കാണും അല്ലേ റസൂലേ? കള്ള വെടിവെച്ചാൽ പെട്ടെന്ന് പിടിക്കുമെന്ന് മാത്രമല്ല അച്ചിൽ വാർത്ത പോലെ ഇരിക്കുമെന്നാണ് നാട്ടുകാർ പറയാറ്. അതുകൊണ്ട് പരമാവധി ഈ റസൂൽ ആലോചിക്കണമായിരുന്നു ഈ കള്ള വെടിവെക്കാൻ പോകുന്ന സമയത്ത്. എൻ്റെ കൂടെ പഠിച്ച ഒരു സഹപാഠി വീട്ടിൽ പണിക്ക് നിന്ന കെട്ടുപ്രായം കഴിഞ്ഞ ഒരു ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. ചേച്ചിയുടെ വീട്ടുകാർ പാവങ്ങളായതിനാൽ വഴക്കിനൊന്നും ചെന്നില്ല. സഹപാഠിയുടെ അമ്മ മുൻകൈയെടുത്ത് ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് ചേച്ചിയെ കെട്ടിച്ചു. സഹപാഠിയുടെ വീട്ടുകാർ തന്നെ ആ വിവാഹത്തിനുള്ള ചിലവെല്ലാം വഹിച്ചു. ഈ ചേച്ചി കല്യാണം കഴിഞ്ഞ് 6-ാം മാസത്തിൽ പ്രസവിച്ചു ഒരു പെൺകുട്ടിയെ. ഇവന് മുട്ടി നടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തി കെട്ടിച്ചു കൊടുത്തു. അവൻ അതിൽ 2 പെൺകുട്ടികളായി. ഈ ചേച്ചിയുടെ മോളും ഇവൻ്റെ 2 പെൺമക്കളും കൂടി നടന്നു പോയാൽ സഹപാഠിയെ അറിയാവുന്നവർ 3 അവൻ്റെ മക്കളെന്ന് കരുതിയില്ലെങ്കിലും ചേച്ചിയുടെ മോളെ സഹപാഠിയുടെ മോളെന്ന് വിളിച്ചു പറയും. കാരണം ഒരച്ചിൽ വാർത്തതുപോലെയാണ് ഈ ചേച്ചിയുടെ മോളും രഹസ്യമായി ഉണ്ടാക്കിയ മോളും ഈ സഹപാഠി, എൻ്റെ കൂടെ പഠിച്ച സഹപാഠി ഇരിക്കുന്നു. ഒരേ മുഖം, ഒരേ നിറം, ഒരേ ചുണ്ട്, ഒരേ പിരിയം. ഇവിടെ ഫിറോസിന് പറ്റിയ ഒരു പറ്റുകൂടി പറയണം. ഡേഞ്ചർ ബോയ്സ് കാണുമായിരുന്ന ഒരു പെൺകുട്ടി സ്ഥിരമായി അയാളെ വിളിക്കുമായിരുന്നു. അത് പിന്നെ പ്രണയത്തിലായി എന്ന് പറയണ്ടല്ലോ, അവളെ കല്യാണം കഴിച്ചു. ലീഗലായി രജിസ്റ്റർ ചെയ്തില്ല, എന്നാൽ മഹല് വഴി രജിസ്റ്റർ ചെയ്തിരുന്നു. അവരുടെ സമുദായത്തിൻ്റെ മഹല് വഴി രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരു മോളായി 3 വർഷം കൊണ്ട് പൊറുതി അവസാനിപ്പിച്ചു. ഉറപ്പായും ഫിറോസിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാകണം കാരണം. അവർ വേറെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി അന്തസ്സായി ഇപ്പോൾ ജീവിക്കുന്നു. ഇക്കാരണം പറഞ്ഞ് അവർ അന്തസ്സായി ജീവിക്കുന്നുണ്ടാണെന്ന് എനിക്കെന്താ, അതോ ഡൈവേഴ്സ് ആയതുകൊണ്ടാണ് എന്താണെന്നുണ്ടാ, ഫിറോസ് നല്ല ഡിപ്രഷനിലായി, നല്ല ആഴ്ച പൂക്കുറ്റിയാവുന്ന വെള്ളവടിക്കാരനായി, ജീവിതം കോഞ്ഞാട്ടയായി എന്ന് പറയണ്ടല്ലോ. 2 വർഷം കഴിഞ്ഞ് ഫേസ്ബുക്കിലൂടെ പൂക്കുട്ടിയെ പൂട്ടിയ മാതിരി മെസ്സേജ് അയച്ചു. പിന്നെ പറയണ്ടല്ലോ, ഡേഞ്ചറായി. ഇവളെ പറ്റി തിരക്കാൻ, അതായത് ഇപ്പോൾ 2ാമത്തെ ഭാര്യയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യത്തത് പോയി ആകെ ആഴ്ച കോഞ്ഞാട്ടായി ഇങ്ങനെയൊക്കെ നടന്ന് ഇതിനിടയിൽ ഈ ഡേഞ്ചർ ബോയ്സ് ഒക്കെ കണ്ടിട്ട് ഈ 2ാമത്തവൾ ഈ റസൂലിൻ്റെ ഗർഭം കൊണ്ട് നടക്കുന്നവൾ മെസ്സേജ് അയച്ചു. ആ മെസ്സേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് പിന്നെ എന്താവും പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവളെ പറ്റി അന്വേഷിക്കാൻ ഫിറോസിൻ്റെ ഒരു ബന്ധുവിനെ, ആ നാട്ടിലുള്ള ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചു ഇവളെ പറ്റി തിരക്കാനായിട്ട്. ഫസ്റ്റ് കക്ഷിയെയാണ് ഏൽപ്പിച്ചതെന്ന് പറയാം. പക്ഷേ അയാൾ അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞു, തങ്കമാന പെണ്ണ് കെട്ടിക്കുമെന്ന് പറഞ്ഞു. ഫിറോസ് കെട്ടി. 17-ാം വയസ്സിൽ അന്യമതസ്ഥനോട് പോയതാണെന്നോ ഈ അന്വേഷിക്കാൻ പോയ ബന്ധുവിൻ്റെ
കസ്റ്റഡിയിലായിരുന്നോ എന്ന് പറയാതെയായിരുന്നു കെട്ട്. അതൊരു 1.5 കെട്ടായി. അപ്പോൾ ആ ബന്ധവും പറ്റിച്ചു. കാരണം അവൻ കൊണ്ട് നടന്ന കക്ഷിയാണ്. പിന്നെ 17 വയസ്സാകുന്നതിന് മുമ്പേ വേറെ തന്നെ പോയോളുമാണ്. ഞാനും നീയും ഒന്നിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നീ മനസ്സിലാക്കുന്നില്ല എന്നാണ് പൂക്കുട്ടി ഒളിസേവക്കാരിയോട് പറയുന്നത്. പിന്നെ ഇത് ട്രംപും നെതന്യാഹുവും കൂടി ഒന്നിച്ച് നിൽക്കേണ്ടത്, ഇറാനെതിരെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ പോലെയാണ് പൂക്കുട്ടി പറയാണ്. ഞാനും നീയും ഒന്നിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നീ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ അവളെ ക്ലാസ് എടുക്കുന്നുണ്ട്. പാർട്ട്ണർ കാണിക്കേണ്ട എത്തിക്സ് റസൂൽ കാണിച്ചില്ല എന്ന ഒറ്റ പരാതിയാണ് ഈ ഗർഭം കൊണ്ട് നടക്കുന്ന പെണ്ണിനുള്ളത്. അള്ളാഹു തന്നതെന്നാണ് അവൾ പറഞ്ഞത്. ഈ അള്ളാഹുവിനേക്ക് ഇതിൻ്റെ ഇടയിൽ പിടിച്ചിരുന്നത് എന്തിനാ? ഒന്നാമതേ ഈ റസൂൽ എന്നുള്ള പേര് തന്നെ കുഴപ്പമാണ്. എന്നിട്ട് ആ പെണ്ണ് പറയുന്നത് ഇത് അള്ളാഹു തന്നതാണ്, ഞാനിത് കളയില്ല എന്ന് തറപ്പിക്കുന്നു താത്ത. സാത്താൻ്റെ പ്രവൃത്തിയും റസൂൽ എന്ന പേരും ഓസ്കാറിന്. ഇതുവരെ നമ്മൾ പറയാത്തൊരു കക്ഷി ഇതിലുണ്ട്, ഈ സത്യവതിയുടെ ഉമ്മ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചതുരംഗ കളിയിലെ നീക്കങ്ങളെല്ലാം നടത്തുന്നത് ഈ ഉമ്മയാണ്. ആ വയറ്റിൽ കിടന്ന മോള് തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം വിളഞ്ഞ വിത്താണ് ഈ ഉമ്മ. ഒരുപാടായി പറയാനാണെങ്കിൽ ഒരു കോട്ടയ്ക്ക് ഇനിയും ബാക്കിയുണ്ട്. ഈ ഇച്ചിച്ചി വേലയെല്ലാം ചെയ്ത് പള്ള വീർപ്പിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ കുറേ കേട്ടല്ലോ. നിങ്ങൾ 2ാം കെട്ടും ശിഥിലമായി. അവിഹിത ഗർഭം കൂടിയായപ്പോൾ ആത്മഹത്യ ചെയ്യാനായി ഫിറോസ് വൈറ്റ് ഫോർട്ടിൽ ചെന്ന്, കൊച്ചിയിലെ വലിയ ഹോട്ടലാണല്ലോ, 5 സ്റ്റാർ ഹോട്ടലല്ലേ വൈറ്റ് ഫോർട്ട്, അവിടെ ചെന്ന് ഫിറോസ് മുറിയെടുത്തത്രേ. വല്ലപ്പോഴും ഞാൻ പോകുന്ന നല്ല ഹോട്ടലാണത്, അവിടെ കയറി എന്തിനാണ് ഫിറോസെ ചാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. ചാകാനായിട്ടാണ് വൈറ്റ് ഫോർട്ട് റൂം എടുത്തത്. പക്ഷേ പിന്നെ വിചാരിച്ച് ചാകണ്ട, അതിന് പകരം വെള്ളം അടിച്ച് ഫിറ്റായി കിടന്നു. കുറേ ദിവസം കിടന്നു നോക്കി, വെള്ളം അടിച്ച് കാൽ ബോലായിട്ട്. അങ്ങനെ അതിലും രക്ഷയില്ലാതെ പിന്നെ വിചാരിച്ചു നല്ല മനുഷ്യനായി ജീവിക്കാം. കഥകൾ ഇനിയും ബാക്കിയാണ്. എന്നാലും എൻ്റെ പൂക്കുറ്റി താൻ ആള് ഒരു തരികിടയാണല്ലോ എന്ന് തോന്നിയപ്പോൾ, എന്നറിഞ്ഞപ്പോൾ, കണ്ടാൽ തോന്നാത്ത ഈ വേഷഭൂഷാദികളും തൻ്റെ വർത്താനം ഓമൊക്കെ പറയുന്ന വർത്താനമൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ താൻ ഒരു തരികിടയാണെന്ന് അറിഞ്ഞില്ല. എടാ, ഒരു പെണ്ണിനെ കള്ളവടി വയ്ക്കാൻ പോകുമ്പോൾ നിനക്ക് ചങ്കൂറ്റമില്ലെങ്കിൽ എവിടെ ഗർഭിണിയാകും, എൻ്റെ ഭാര്യ അറിയും, നാട്ടുകാരറിയും, അതൊന്നും അറിയാതെ മാന്യമായി കെട്ടാനുള്ള മനസ്സ് കാണിക്കും. എന്തായാലും ഭാര്യയ്ക്ക് അസുഖമെന്നല്ലേ പറയണേ. നിങ്ങളുടെ സമുദായത്തിൽ അസുഖമുള്ള ഭാര്യ ഉണ്ടെങ്കിൽ 2ാമതോ 3ാമതോ 4ാമതോ ഒക്കെ കെട്ടാമെന്നാണല്ലോ നിങ്ങളുടെ മതം പറയുന്നത്. അങ്ങനെ ചെയ്യാതെ കണ്ടവൻ്റെ ഭാര്യയെ കയറി പിഴപ്പിച്ചിട്ട് ആ ഭർത്താവിൻ്റെ തലയിൽ വയ്ക്കാൻ നടക്കുന്ന താനൊരു ചെറ്റത്തരമല്ലേ കാണിക്കുന്നത് എന്ന് പത്മശ്രീ പൂക്കുറ്റിയോട് ചോദിച്ചുകൊണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇനി സ്റ്റോർ ചെയ്യില്ല. കാരണം അത്ര ഇച്ചിച്ചി വർത്തമാനങ്ങളാണ് ഈ 3 പേരും സംസാരിക്കുന്നത്. അതിൽ ഇത്രയെങ്കിലും മാന്യമായിട്ട് സംസാരിക്കുന്നത് ഫിറോസാണ്. എന്തായാലും മോശം. പണ്ടേ നമ്മുടെ ഈ പഴമക്കാരി ചോദിക്കത്തില്ലായിരുന്നു ഈ അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കൂന്ന്. അത് സത്യമാണ് കേട്ടോ. അണ്ണാ മൂത്താലും എന്നല്ല, മൂത്ത് വല്യാപ്പ ആയാലും ശരി, അത് ഇനിയിപ്പം മരങ്കേറ്റം മറക്കത്തില്ല. അപ്പൊ എന്തായിരുന്നാലും ഈ അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫാണ് എന്ന് പറഞ്ഞാലും ഇവരൊക്കെ സെലിബ്രിറ്റികളല്ലേ, ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരായിട്ട് നിൽക്കുന്നവരല്ലേ. അവരെ എന്നൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ. ഇതൊക്കെ പറയാൻ എന്തായാലും വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇങ്ങേരെങ്കിലും ഉള്ളത് കാര്യമായി പറയാനുള്ള എന്തായാലും എങ്ങനെ വന്ന് ഇന്ന് പറയുന്നുണ്ട്. അയാളുടെ ചാനൽ വഴിയാണെങ്കിലും മുഖത്ത് നോക്കി എല്ലാവരും പറയുന്നുണ്ടല്ലോ. എല്ലാവരും അതുകൊണ്ട് എതിരായിരിക്കും പുള്ളിക്ക്. എന്നിരുന്നാൽ തന്നെ ഉണ്ടല്ലോ ഈ ഒരു കാര്യം വെട്ടിത്തുറന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാം പറയുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാം ഒന്നുമില്ല, എന്നാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കേൾക്കാനും ഒരു രസമുണ്ട്, സംഭവമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അയാൾ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വന്നപ്പോൾ ഉണ്ട് സംഭവം, അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. എൻ്റെ ചാനൽ വഴി ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അവസാനം വരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണെന്ന് പരിഗണിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ പറയുന്നു. താങ്ക് യു.